ഹായ് ഗൈസ്, ഇറ്റ്സ് മീ റേബി. ഹായ് ബ്രോസ്, ഹൗ ആർ യു ഗൈസ്? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചാണ് പറഞ്ഞാൽ മാങ്ങാണ്ടിനെ കുറിച്ചാണ്. ഓക്കെ, മനസ്സിലായില്ലല്ലേ? അപ്പൊ അതെ ഗൈസ്, കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാം തുറന്ന റീൽസ് നോക്കുമ്പോൾ എന്താ അവസ്ഥ പറഞ്ഞാൽ അപ്പൊ ഞാൻ കറക്റ്റായി കാണിച്ചു തരാം. അപ്പൊ ഇൻസ്റ്റാഗ്രാം തുറക്കുകയാണ്. ഓക്കെ, എങ്ങനെ ഗൈസ്, ഞാൻ ഒരു മലയാളിയാണ്. മലയാളിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ എങ്ങനെയാണ് ഈ തിക്കുണ്ടതി മാങ്ങാണ്ടി പറഞ്ഞ സംഭവങ്ങൾ വരുന്നത്? എനിക്ക് വന്നിട്ട് പല ഭാഷകളും ഇഷ്ടമാണ്, പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ഇതുവരെ എനിക്ക് വന്നിട്ട് ഇങ്ങനെ ഇത്രയും കൂടുതൽ വന്നിട്ടില്ല. വേറൊരു അന്യഭാഷ റീൽസ് വന്നിട്ടില്ല. അപ്പോ ഞാൻ അതെന്താ സംഭവം നോക്കിയപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ അമലാ ഷാജി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ആളൊരു ട്രെയിൻ സെറ്റർ അല്ലേ, ട്രെയിൻ മേക്കർ എന്നൊക്കെ കൂടെ പറയാം. അപ്പൊ ആള് ചെയ്ത കാരണം ആളുടെ ബാക്ക് കൂടെ ആളുടെ ബാക്കിൽ അങ്ങനെ ചെയ്ത് വന്നാണ് തോന്നുന്നു. നമുക്ക് ആളുടെ നോക്കാം അവസ്ഥ അമലാ ഷാജിന്റെ. തിക്കുണ്ടതി പെച്ചുണ്ടതി എല്ലുണ്ടതി എന്ത് തിക്കുണ്ടത്? എനിക്ക് മീനിങ് ഒന്നും എന്താണെന്ന് അറിയില്ല. അപ്പൊ ആള് ചെയ്ത കാരണമാണ് ബാക്കിൽ ചെയ്താണ്. അടുത്ത ആള് നോക്കാം നമുക്ക്. നൈസ് ഹെയർ അല്ലേ? ഈ കൊച്ചിന്റെ ഹെയർ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, നല്ല രസമുണ്ട്. അപ്പൊ ഞാൻ ഈ ഉറവിടം, ഈ ഓഡിയോന്റെ ഉറവിടം എവിടെ നിന്നാണ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. കുറെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് മനസ്സിലായത് ഇതിന്റെ ഉറവിടം ഇതാ. തിക്കുണ്ടതി പെച്ചുണ്ടതി എല്ലുണ്ടതി. അപ്പൊ മൃണാൾ ഠാക്കൂർ പറഞ്ഞിട്ട് ഒരു സെലിബ്രിറ്റി ഹീറോയിൻ നമ്മുടെ വിജയ് ദേവരെ കൊണ്ട് നോക്കിയിട്ട് പറയുന്ന ഒരു അവാർഡ് ഷോയിലാണ് തോന്നുന്നു ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ മീനിങ് എന്താണെന്ന് അറിയില്ല, പക്ഷെ ഇതെടുത്തിട്ട് നമ്മുടെ അമല ഷാജി ഇട്ടു. അതിന്റെ ബാക്കിൽ ടക്ക് ടക്ക് ടക്കെന്ന് ഇടാൻ തുടങ്ങി. ഗേൾസ് ഇട്ടുകൊണ്ടിരുന്നത്, പിന്നെ വന്നിട്ട് നമ്മുടെ ആള് അതെന്താ നിങ്ങൾ മാത്രം ഇടുന്നത്? ഈക്വാലിറ്റി, ഓൾ ആർ ഈക്വൽ അണ്ടർ റീൽസ് പറഞ്ഞിട്ട് നമ്മുടെ ആള് ആണുങ്ങൾക്ക് വേണ്ടി ഇട്ടു. തിക്കുണ്ടതി പെച്ചുണ്ടതി എല്ലുണ്ടതി. അപ്പൊ കൊള്ളാല്ലേ ഗൈസ്? പക്ഷെ ഇതിന് മീനിങ് എന്താണെന്ന് അറിയില്ല. അപ്പൊ മീനിങ്, ഓരോ വേർഡിന്റെ മീനിങ് എന്താ പറഞ്ഞാൽ കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ, പിന്നെ ഈ ഷർട്ട് എങ്ങനെയുണ്ട് പറഞ്ഞാൽ അത് കമന്റ് ബോക്സിൽ പറയാം. പോപ്കോൺ ഷർട്ടാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയണ്ട്, അമല ഷാജിനെ കുറിച്ചാണ്. ഓക്കെ, ഈ അമല ഷാജി എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, എങ്ങനെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ അമല ഷാജി കണ്ണിയൊന്നല്ല, പക്ഷെ എങ്ങനെ ഇഷ്ടം പറഞ്ഞാൽ ആളുടെ തൊലിക്കെട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കി റീൽസ് അങ്ങനെ എനിക്ക് അത്ര നോർമലായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ആളല്ല, അതൊന്നും ഇഷ്ടമല്ല. പക്ഷെ ആളുടെ ഒരു എഫേർട്സ് കണ്ടാവും. അതായത് ഇപ്പൊ എങ്ങനെ പറയാ പറഞ്ഞാൽ ആളിനിട്ട് ഭയങ്കര ട്രോൾ ചെയ്യുന്നുണ്ട്. കമന്റ് ബോക്സ് തുറന്നാലേ ചാകരയാണ്, നെഗറ്റീവ് കമന്റ്സ് ഒക്കെയാണ്. പക്ഷെ ആളിനെ വെച്ച് ട്രോളിങ് ചാനലേ ഉണ്ട്, എന്നിട്ടും തൊലിക്കെട്ടി കണ്ട ആള് വിടാണ്ട് കീപ്പ് ഓൺ ഡൂയിങ് ഷീ ലൈക്ക് ടു ഡു. അപ്പൊ എനിക്ക് അതാണ് ഭയങ്കര ഇഷ്ടം. ആള് വിടാണ്ട് ഇട്ടുകൊണ്ടേയിരിക്കും, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഷീ ഈസ് നെവർ, എന്താ പറയാ, സ്റ്റോപ്പ്, നിർത്തുന്നില്ല. ആരെന്ത് പറഞ്ഞാലും അത് ഇഗ്നോർ ചെയ്തിട്ട് പോകണില്ല. ആ തൊലിക്കെട്ടി, ആ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടം. ആളിനെ വേണമെങ്കിൽ ഇപ്പൊ ആരെങ്കിലും ഇൻഫ്ലുവൻസർ ആകണമെങ്കിൽ അമല ഷാജിനെ വേണമെങ്കിൽ ഒരു മോട്ടിവേഷൻ ആയിട്ടോ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടോ കാണിക്കാം നമുക്ക്. എല്ലാവർക്കും സജഷൻ പിന്നെ ഒപ്പീനിയൻ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഈ ഒരു കാര്യത്തിൽ എല്ലാവരും എന്റെ കൂടെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും നെഗറ്റീവ് അടിച്ചിട്ടും ആള് കണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ക്വാളിറ്റി ലൈഫിൽ, ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ എവിടെയോ എത്തും. താങ്ക് യു ഗൈസ്. ഇതിന് മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, റിയാക്ടിങ് ടു മലയാളം ആക്ടേഴ്സ് ഇന്റർവ്യൂസ് കൊണ്ട്. അത് കുറച്ച് റീച്ച് കിട്ടി, അപ്പോ അതിന് വളരെ നന്ദിയുണ്ട്. അപ്പൊ അതിന്റെ പാർട്ട് 2 ആണെന്ന് പറഞ്ഞാൽ അത് കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ, ആൻഡ് അതിൽ വന്നിട്ട് വൺ ഓഫ് ദ എവി ബ്രോ എന്റെ ഷർട്ട് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പൊ താങ്ക് യു, ലവ് യു മച്ചാ. അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. കുറച്ച് ചെറിയ വീഡിയോ തന്നെയാണ്. അടുത്ത വീഡിയോ നാളെ ഒരു വീഡിയോ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഡെയിലി ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോ ബൈ ഗൈസ്, ഇറ്റ്സ് മീ യുവർ എബി. ബൈ ബ്രോസ്, ലവ് യു ഗൈസ്.